നമസ്കാരം. സോഷ്യൽ മീഡിയ ഇവിടെ ഇത്രയും സജീവമായതിനു ശേഷം എല്ലാ വർഷവും ഓണക്കാലമാകുമ്പോൾ ചില മതപണ്ഡിതന്മാരുടെ സ്വയം പ്രഖ്യാപിത മതപുരോഹിതന്മാരുടെ വീഡിയോകൾ അങ്ങനെ വൈറലാകും. അവർ പറയുന്നത് ഹിന്ദുക്കളുടെ ആഘോഷമാണ് ഓണം, മുസ്ലിങ്ങൾ അത് ആഘോഷിച്ചുകൂടാ, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ ഇത് ആഘോഷിച്ചുകൂടാ, നമുക്കുള്ള ആഘോഷമല്ല ഇത്, എല്ലാവരും ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ആ വീഡിയോ വൈറലാക്കുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഈ വർഷം അത് കുറച്ച് കൂടുതലായിരുന്നു. ചില സ്വയം പ്രഖ്യാപിത മുസ്ലിം മത പണ്ഡിതന്മാരും പണ്ഡിതകളും കുറേ അധികം വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട് ഓണക്കാലവുമായി ബന്ധപ്പെട്ട്, ഓണാഘോഷവുമായി ബന്ധപ്പെട്ട്. അതിൽ വളരെ ശ്രദ്ധ ആകർഷിച്ച, എല്ലാവരും ശ്രദ്ധിച്ച ഒരു വീഡിയോ ആയിരുന്നു ഒരു താത്തയുടെ വീഡിയോ. ധരിച്ച് ഡാൻസ് ചെയ്യരുത്. അവർ പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടം, പക്ഷേ തട്ടമിട്ടുകൊണ്ട് ഡാൻസ് കളിക്കരുത്, അത് തട്ടത്തെ അവഹേളിക്കലാണ്. കുറേ അധികം പെൺകുട്ടികൾ ഒന്നിച്ച് നിന്ന് ഡാൻസ് ചെയ്യുന്നതിൻ്റെ കൂടെ തട്ടമിട്ട് ഒരു പെൺകുട്ടി നിന്ന് ഡാൻസ് കളിച്ചാൽ അവളെ ആയിരിക്കും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുക, കാരണം അവള് ഹിജാബ് ധരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ അവർ ഇറക്കിയായിരുന്നു. ഒന്നല്ല, ഒരു 3-4 വീഡിയോ അവർ ഇറക്കിയായിരുന്നു. എന്താണ് അവരുടെ ബുദ്ധിമുട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും. പക്ഷേ ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന് പറയുന്നത് പോലെ അവരത് ഇറക്കിയതിന് ശേഷം ഇതുവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെടുക പോലും ചെയ്യാതിരുന്ന മുസ്ലിം പെൺകുട്ടികൾ തലയിൽ തട്ടമിട്ടുകൊണ്ട്, സെറ്റ് സാരിയൊക്കെ ഉടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പട്ടുസാരിയൊക്കെ ഉടുത്തുകൊണ്ട്, ഹാഫ് സാരിയൊക്കെ ഉടുത്തുകൊണ്ട് നല്ല താളത്തിൽ നൃത്തമാടുന്ന, ആടി തിമിർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെറുതെ ഇരുന്ന് അധരവ്യായാമം നടത്തിയ, വെറുതെ ഇരുന്ന് തൊണ്ട കീറിയ താത്തമാരുടെയും ചില സ്വയം പ്രഖ്യാപിത മുസ്ലിം പണ്ഡിതന്മാരുടെയും ഒക്കെ അണ്ണാക്ക് വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെയൊക്കെ പ്രകടനം. അതിൽ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇത് കേരളമാണ്, ഇവിടെ ഇതൊന്നും വിലപ്പോവില്ല. ഓണം എല്ലാവരുടെയും ആഘോഷമാണ്. അതിന് ജാതിയും മതവും നിറവും അതൊന്നുമില്ല, സാമ്പത്തികം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒന്നുമില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിച്ചിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓണം. അതുകൊണ്ട് എല്ലാവരും ഇവിടെ സമന്മാരാണ്, എല്ലാവർക്കും ആഘോഷിക്കാനുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ വേർതിരിവുകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷം കലക്കുന്നത്, ഒരു നല്ല ആഘോഷത്തിനിടയ്ക്ക് വിഷം കലക്കുന്നത്? ഇതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സജീവമാകുന്നതോടുകൂടി മനസ്സിലുള്ള വിഷം എത്രയും പെട്ടെന്ന് സമൂഹത്തിലൊക്കെ വ്യാപിപ്പിക്കാനുള്ള ഒരു ത്വര ഇവിടെ കാണുകയാണ്. വളരെ ഈസിയാണ്, പെട്ടെന്ന് ഒരു മൊബൈൽ ക്യാമറ മുന്നിൽ എടുത്ത് വെച്ച് മനസ്സിലുള്ള വിഷം അങ്ങ് പറയുക. കുറച്ച് ശതമാനം ആളുകളാണെങ്കിലും അത് ഏറ്റെടുക്കും, മറ്റു കുറേ പേരെ അത് അസ്വസ്ഥമാക്കും. സമൂഹത്തിൽ എന്തോ ഒരു കല്ലുകടി, നമ്മുടെ നല്ല സമയങ്ങൾ, നല്ല ദിവസങ്ങൾ, നല്ല ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കല്ലുകടി ഉണ്ടാക്കാനായിട്ട് കുറേ വിവരദോഷികൾ ഇറങ്ങിയിട്ടുണ്ട്. ആ വിവരദോഷത്തെ വിവരദോഷമായി തന്നെ കാണുന്ന ഒരുപാട് ബുദ്ധിയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ നമുക്കുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതിൽ സന്തോഷം. അത് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് കുട്ടികൾ ഉണ്ടാക്കി തരുന്നത്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഒരു വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ, മതത്തിൻ്റെ, വർഗീയതയുടെയൊക്കെ ഒരു കാര്യം വരുമ്പോൾ ഇവിടെ അതൊന്നും വിലപ്പോവില്ല. ഇത് കേരളമാണ്. ആ താത്തയിട്ട വീഡിയോയ്ക്കെതിരെ വീഡിയോ ചെയ്തതെല്ലാം, പ്രതികരിച്ചതെല്ലാം മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളുമായിരുന്നു. കൂടുതലും മുസ്ലിം പെൺകുട്ടികളായിരുന്നു. അതിൽ ഒരു ഉസ്താദ് പറയുന്നതായിട്ടൊരു വീഡിയോ പ്രചരിച്ചു. നമ്മുടെ മക്കളൊന്നും ഓണാഘോഷത്തിൽ പങ്കെടുക്കരുതേ, ഓണം നമുക്കുള്ള ആഘോഷമല്ല, അത് നമ്മൾ പങ്കെടുത്തുകൂടാ, നമ്മളത് അവഗണിക്കണം അത്തരം ആഘോഷങ്ങളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് തക്ക മറുപടി കൊടുത്ത ഒരു പെൺകുട്ടിയുടെ വീഡിയോ വളരെയധികം വൈറലായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞത്, ഉസ്താദെ, നിങ്ങളുടെ തലയിൽ ഇത്രയും വലിയ വിഷമാണോ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്? നിങ്ങളുടെ തന്തയ്ക്ക് വിളിക്കാത്തത് നിങ്ങൾ ഇത്രയും മുതിർന്ന ഒരാളായി പോയതുകൊണ്ടാണ് എന്നാണ് ആ പെൺകുട്ടി മറുപടി കൊടുത്തത്. അത്രത്തോളം അസ്വസ്ഥത പെൺകുട്ടികളിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ ഓരോ പ്രതികരണങ്ങൾ. എത്രയധികം അവരെ, അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു, അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു, ഇതെല്ലാം സഹിക്കാം. അതിൻ്റെ കൂടെ അവരുടെ മൗലിക അവകാശങ്ങളെ കൂടി ചോദ്യം ചെയ്യുകയാണ്. ഒരാൾ ഡാൻസ് ചെയ്യണോ, അല്ലെങ്കിൽ ഏത് വസ്ത്രം ധരിച്ച് ഡാൻസ് ചെയ്യണം, പാട്ട് കേൾക്കണോ, അല്ലെങ്കിൽ എങ്ങനെയുള്ള പാട്ട് കേൾക്കണം, ഇതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്, അവരുടെ അവകാശങ്ങളാണ്. ഭരണഘടന അവർക്ക് കൊടുക്കുന്ന കുറേ അവകാശങ്ങളുണ്ട്. അതിലെല്ലാം കൈ കടത്തുകയാണ്. കൈ കടത്തി എന്ത് ചിന്തിക്കണം, എവിടെ പോകണം, എപ്പോൾ ഇരിക്കണം, എപ്പോൾ നിൽക്കണം എന്നുവരെയൊക്കെ മതം തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ധീരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതിന് ഒരുപാട് പെൺകുട്ടികൾ മുന്നോട്ട് വന്നതിലുള്ള സന്തോഷം വീണ്ടും വീണ്ടും അറിയിക്കുകയാണ്.
ഇപ്പോൾ ഓണാഘോഷ പരിപാടികളെല്ലാം സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കുന്നു, ഓരോ സ്ഥാപനങ്ങളിലും ഒക്കെ നടക്കുന്നു. അവിടെ എല്ലാം മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ മുസ്ലിം സഹോദരിമാരായിട്ടുള്ള പെൺകുട്ടികളാണ്. അവരൊക്കെ തകർത്ത് തിമിർത്ത് ആടുകയാണ്, അവർ മതിമറന്ന് ആഘോഷിക്കുകയാണ്. ഇത്തരം ഓണം പോലുള്ള ആഘോഷങ്ങൾ നമ്മൾ കൊണ്ടാടിയില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇരിക്കുന്നത്? എല്ലാ സമയവും ഇങ്ങനെ ഗൗരവത്തോടെ നടന്നാൽ മതിയോ? അല്ലെങ്കിൽ എന്നും ഓരോ ടെൻഷൻ അടിച്ച് നടന്നാൽ മതിയോ? പരീക്ഷയുടെ ടെൻഷനുള്ള കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ധങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, ലോൺ അടയ്ക്കാനുള്ള കഷ്ടപ്പാട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പടക്കാനുള്ള ബുദ്ധിമുട്ടിന് വരെ അലയുന്ന മനുഷ്യർ. അപ്പോൾ ഇങ്ങനെയുള്ള അലച്ചിലുകളും ബുദ്ധിമുട്ടുകളുമായിട്ട് നമ്മൾ വർഷം മുഴുവൻ നടക്കുമ്പോൾ ഇടയ്ക്ക് വരുന്ന ആഘോഷങ്ങൾ നമ്മൾ അത് ആഘോഷിക്കാനുള്ളതാണ്, കൊണ്ടാടേണ്ടതാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പഴമക്കാർ പറഞ്ഞത് എന്തുകൊണ്ടാണ്? എന്തൊക്കെ നമ്മൾ സഹിച്ചിട്ടാണെങ്കിലും, എന്ത് വിറ്റാണെങ്കിലും, എന്ത് പണയപ്പെടുത്തിയാണെങ്കിലും നമ്മൾ ആ ഓണം ആഘോഷിക്കണം. ഓണം ഉണ്ണണം എന്ന് പറഞ്ഞാൽ ഓണം ആഘോഷിക്കണം. അതൊരു സമൃദ്ധിയുടെ അടയാളമായിട്ടാണ്, സമൃദ്ധിയുടെ പ്രതീകമായിട്ടാണ് ഓണം നിലകൊള്ളുന്നത്. മതേതരത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഓണം നിലകൊള്ളുന്നത്. നമ്മളെല്ലാവരും സഹോദരന്മാരാണ്, എല്ലാവരും സമന്മാരാണ് എന്ന ആശയമാണ് ഓണം തരുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ആരും വിഷം കലർത്താൻ ഇനി ശ്രമിക്കേണ്ട. അതിവിടെ വിലപ്പോവില്ല. അത് നമ്മുടെ കുട്ടികൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. Sorry ass DJ. ഓണത്തിനിടയ്ക്ക് ബൂട്ട് കച്ചവടം എന്ന് പറയുന്നത് പോലെ ഈ ആഘോഷവേളകളെ പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇത്തരക്കാർ. ഇങ്ങനെ ഒരു ആഘോഷം വരുമ്പോൾ എങ്ങനെ നമ്മുടെ വിഷം അവരിലേക്ക് കുത്തിവെക്കാം, എങ്ങനെ നമുക്ക് പറയാനുള്ള നമ്മുടെ മനസ്സിലിരിക്കുന്ന വിഷം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ സമയം വരുമ്പോൾ കൃത്യമായിട്ട് അതെടുത്തങ്ങ് പ്രയോഗിക്കും. ഒരു സമയത്തൊക്കെ എല്ലാവരും ഇത് കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ പണ്ഡിതനാണ് പറയുന്നത് എല്ലാം അങ്ങ് കേട്ടേക്കാം, അല്ലെങ്കിൽ പണ്ഡിതയാണ്, എന്തൊക്കെ അറിയാവുന്ന ആളാണ്, എന്തൊക്കെ പുസ്തകം വായിച്ച ആളാണെന്നൊക്കെ പറഞ്ഞ് കേട്ട സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം മനുഷ്യർ ചിന്തിക്കുകയാണ്. ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കത് സ്വീകരിക്കണം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും കാര്യമുള്ള കാര്യമാണോ എന്നൊക്കെ മനുഷ്യർ ചിന്തിക്കാൻ തുടങ്ങി, ചിന്തിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ വിലപ്പോവില്ല. ഈ ഓണാഘോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, ആഘോഷങ്ങളെല്ലാം കളറാക്കേണ്ടത് തന്നെയാണ്, രസിക്കേണ്ടത് തന്നെയാണ്, ഉല്ലസിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അത് നിയന്ത്രണം വിട്ടു പോവുകയും ചെയ്യരുത്. കോളേജുകളിലൊക്കെ ഈ കാറുകൾ, പിന്നെ ഓവറായിട്ട് റേസ് ചെയ്ത് ഇങ്ങനെ 2 വീലറുകൾ ഉപയോഗിക്കുന്നത്, മാവേലിയെ ഓരോ വേഷം കെട്ടിച്ചുകൊണ്ട് റോഡുകളിലൊക്കെ ഇറക്കുന്നത്, അങ്ങനെ ഓരോ ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നത് ആ ആഘോഷത്തിൻ്റെ നിറം മങ്ങിക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഓണത്തിൻ്റെ നിറം മങ്ങലിന് കാരണമാകുന്ന സംഭവങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. കുട്ടികളോടാണ് കൂടുതലായിട്ടും പറയുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും അല്ലാതെ പുറത്ത് ഓഡിറ്റോറിയം വരെ വാടകയ്ക്കെടുത്ത് കുട്ടികളൊക്കെ ഓണം ആഘോഷിക്കുന്നത് കണ്ടു. അതൊക്കെ നല്ല കാര്യം. ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച്, ഇഷ്ടമുള്ള അത്രയും ആഹാരം കഴിച്ച്, നല്ല കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് എല്ലാവരും സന്തോഷിക്കുക, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അപകടം ക്ഷണിച്ചു വരുത്തുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ചെയ്തുകൂടാത്തതായിട്ടുള്ള പ്രവർത്തികളിലേക്ക് നമ്മൾ കടക്കാതിരിക്കുക. അതാണ് നല്ലത്. ഈ ഓണ സമയത്ത്, അല്ലെങ്കിൽ ആഘോഷ സമയങ്ങളിൽ, ഈ ഉത്സവ സീസണുകളിലൊക്കെ ഒരുപാട് അകാല മരണങ്ങളും നമ്മൾ എല്ലാ വർഷങ്ങളും കേൾക്കാറുണ്ട്. അത്തരമൊന്നും കാര്യങ്ങൾ ഇപ്രാവശ്യം കേൾക്കാതിരിക്കട്ടെ. മദ്യത്തെ മാറ്റി നിർത്തിയുള്ള ഓണമാകട്ടെ, സുരക്ഷിതമായിട്ടുള്ള ഓണമാകട്ടെ. ഇത്തരം നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന, അല്ലെങ്കിൽ സാഹോദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും പ്രത്യേകിച്ച് ഓണാശംസകൾ. അവരെ സപ്പോർട്ട് ചെയ്യുന്ന, കാരണം അവർക്കിങ്ങനെ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ തീർച്ചയായും അവരുടെ വീട്ടുകാരുടെ ഒരു പിന്തുണ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും പിന്തുണയ്ക്കുന്ന ആ മാതാപിതാക്കൾക്കും എല്ലാവിധ ആശംസകളും.